നമ്മുടെ മനസ്സ് എപ്രകാരമുള്ള മനസ്സായിരിക്കണം? പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായവും 3-ാം അധ്യായത്തിൽ പത്രോസ് ഓരോ മനസ്സ് നമുക്ക് കാണിച്ചു തരികയാണ്. ഒന്നാമത്തെ മനസ്സ് നൊന്തുപോയ മനസ്സാണ്. അത് എങ്ങനെയാണ് നൊന്തുപോയത്? ലോത്ത് എന്ന് പറയുന്ന വ്യക്തി താൻ അധർമ്മികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അനുനിമിഷം അധർമ്മ പ്രവർത്തികളെ കണ്ടും കേട്ടും ഇരുന്ന തൻ്റെ മനസ്സിനെ അത് സ്വാധീനിച്ചു. ആ മനസ്സ് നൊന്തുപോയി എന്ന് കാണാൻ പറ്റുന്നു. കാരണം നാൾതോറും അധർമ്മ പ്രവൃത്തികളാണ് കണ്ടത്. നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ നമ്മൾ കേൾക്കുന്നത്, അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. രണ്ടാമത് പരമാർത്ഥ മനസ്സാണ് പത്രോസ് കാണിക്കുന്നത്. ആ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുവാൻ പത്രോസ് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ആ പരമാർത്ഥ മനസ്സിനെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ വചനങ്ങളെ ഓർപ്പിച്ച് അവരുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ വചനത്തെ സൂക്ഷിക്കുന്ന മനസ്സായിരിക്കണം. അനുനിമിഷം ദൈവവചനം കേൾക്കണം, ദൈവവചനം വായിക്കണം. അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്ന അനുഭവത്തിലേക്ക് നാം പോകും. മൂന്നാമത്തെ മനസ്സാണ് മറന്നുപോയ മനസ്സ്. വാഗ്ദത്തങ്ങളെ മറന്നുപോയി. നമ്മുടെ മനസ്സ് മറക്കുന്ന മനസ്സാകരുത്. നാലാമത് മാനസാന്തരപ്പെടുന്ന മനസ്സിനെ കാണും. അതെ, മാനസാന്തരപ്പെടുന്ന മനസ്സായിരിക്കണം നമ്മുടെ മനസ്സ്. ഒന്നാമത് നൊന്തുപോയ മനസ്സ്, രണ്ടാമത് പരമാർത്ഥ മനസ്സ്, മൂന്നാമത് മറന്നുപോയ മനസ്സ്, നാലാമത് മാനസാന്തരപ്പെടുന്ന മനസ്സ്. ഇവയിൽ ഏത് മനസ്സാണ് നമ്മുടെ മനസ്സ്? പരമാർത്ഥ മനസ്സായിരിക്കണം, ഉണർന്നിരിക്കുന്ന മനസ്സായിരിക്കണം, മാനസാന്തരപ്പെടുന്ന മനസ്സായിരിക്കണം. അനുനിമിഷം നമ്മുടെ മനസ്സ് നോവുള്ള മനസ്സാകരുത്, വേദനിക്കുന്ന മനസ്സാകരുത്, ഭാരപ്പെടുന്ന മനസ്സാകരുത്. മറിച്ച് ദൈവവചനത്തെ സൂക്ഷിക്കുന്ന മനസ്സായിരിക്കണം. ദൈവവചനം സൂക്ഷിക്കുന്ന മനസ്സിനാണ് ഉണർവുണ്ടാകുന്നതും പരമാർത്ഥതയുണ്ടാകുന്നതും വിശുദ്ധിയുണ്ടാകുന്നതും സന്തോഷമുണ്ടാകുന്നതും ആനന്ദമുണ്ടാകുന്നതും ഒക്കെ ദൈവവചനം സൂക്ഷിക്കുന്ന മനസ്സാണ്. God bless you. ആമേൻ.